ഇപ്പോൾ കാസ പ്രസിഡന്റ് കെവിൻ പീറ്ററാണ് നമ്മോടൊപ്പം ചേരുന്നത്. ഗുഡ് ഈവനിങ് സർ. ഇപ്പോൾ ഈ വഖഫ് നിയമ ഭേദഗതിയെ അത് പിന്തുണച്ചുകൊണ്ടാണല്ലോ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിയമ ഭേദഗതി കൃത്യമായി അത് മുനമ്പം നിവാസികൾക്ക് നന്മയാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തിന് നല്ലതാണ് ഉണ്ടാക്കുന്നതെന്ന ബോധ്യത്തിന്റെ പേരിലാണോ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും നിയമ ഭേദഗതി മുനമ്പം സമുദായത്തിന് ആ പ്രശ്നങ്ങൾക്ക് അത്യന്തികമായ ശാശ്വതമായ ഒരു പരിഹാരമായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പൊ ഞങ്ങൾ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഉണ്ടായ ഒരു കാരണമെന്ന് പറയുന്നത്, ഞങ്ങൾ കക്ഷി ചേർന്നിരിക്കുന്നത് IUML മുസ്ലിം ലീഗ് കൊടുത്ത കേസിലാണ്. അപ്പൊ മുസ്ലിം ലീഗിന്റെ ഇവിടുത്തെയും അവിടുത്തെയും നിലപാട് എന്ന് പറയുന്നത് മുനമ്പം വിഷയവും വഖഫ് നിയമ ഭേദഗതിയുമായി ഒരു ബന്ധവുമില്ല. മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നം പഴയ ക്യാൻസൽ ചെയ്യപ്പെട്ട വഖഫ് നിയമം കൊണ്ട് ഉണ്ടായതല്ല എന്നുള്ളൊരു നിലപാടാണ്. അവർ ആ നിലപാട് തന്നെ സുപ്രീം കോടതിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തുല്യമാണ്. അപ്പൊ അതുകൊണ്ടാണ് മുനമ്പം വിഷയം ഉണ്ടായത് പഴയ ക്യാൻസൽ ചെയ്യപ്പെട്ട വഖഫ് നിയമം കൊണ്ട് തന്നെയാണ് എന്നുള്ളത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവരുടെ കേസിൽ കക്ഷി ചേർന്നത്. ശരി, കാസ പ്രസിഡന്റ് കെവിൻ പീറ്ററാണ് പറഞ്ഞത്. എന്തായാലും ഈ കാര്യത്തിലൊരു വ്യക്തത ഇല്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അവർക്ക് അക്കാര്യത്തിലൊരു വ്യക്തതയുണ്ട്. പഴയ വഖഫ് നിയമം അത് ആണ് ഈ മുനമ്പം പ്രശ്നത്തിന് തന്നെ ആധാരമായത് എന്ന ഉറച്ച വിശ്വാസത്തിലാണ് കാസ ഇപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നതെന്നാണ് ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്.